ഹലോ, എല്ലാവർക്കും ജസ്നാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്യാരറ്റ് കീറാണ്. നമുക്കെല്ലാവർക്കും അറിയാം ക്യാരറ്റിൽ ധാരാളം ഫൈബറും പൊട്ടാസ്യവും വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവയൊക്കെയാണ് നമ്മുടെ ക്യാരറ്റ് കീറിന് ആവശ്യമായ സാധനങ്ങൾ. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ക്യാരറ്റാണ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, 1/2 ലിറ്റർ പാല്, കുറച്ച് കാഷ്യൂനട്ട്, കുറച്ച് ബദാം, കുറച്ച് ഏലക്ക പൊടിച്ചത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ക്യാരറ്റ് കീറിന് ആവശ്യമായി വേണ്ടത്. നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കുക്കറിൽ 2 വിസിലടിച്ച് എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഈ ക്യാരറ്റ് ഈ സൈസിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിനി ഇത് 2 വിസിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ വേവിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ജാറിൽ അടിച്ചെടുക്കാം. ജാറിൽ നമ്മൾ ഈ ക്യാരറ്റ് അടിക്കുമ്പോൾ നമ്മൾ ആ വേവിച്ച വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഞാനിത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു അടികെട്ടിയായ പാത്രം ഞാനിവിടെ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് അത്യാവശ്യം ചൂടായി വരുമ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇത് തിളച്ചു വരുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് സിമ്മിലോട്ടാക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം പഞ്ചസാര ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് ഈ ഏലക്ക പൊടിച്ചത് കുറച്ച് ചേർക്കാം. അതിനുശേഷം ഈ ബദാം ചേർക്കാം. പിന്നെ ഈ കാഷ്യൂ കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതൊരു ലോ ഫ്ലെയിമിൽ നല്ലപോലെ കുറുക്കിയെന്നെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് കീർ നല്ലതുപോലെ കളറെല്ലാം മാറി നല്ലതുപോലെ കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ക്യാരറ്റ് കീർ ഇനി റെഫ്രിജറേറ്ററിൽ വെച്ച് കുടിക്കേണ്ടവർക്ക് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ തണുത്തതിന് ശേഷം ഒരു 1/2 അവർ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പോടെ ഇത് കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ചൂടോട് തന്നെ കുറച്ചുകൂടി ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് ചെറു ചൂടോടുകൂടി ഇതിങ്ങനെ തന്നെ കുടിക്കാം. ഞാനിപ്പോൾ ഈ ക്യാരറ്റ് കീർ ചെറു ചൂടോട് തന്നെ ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കീർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഇതിഷ്ടമാകും. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കണം. ജസ്നാസ് കിച്ചൺ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.